അവര് നിങ്ങളുടെ ഈ ഒരു തീരുമാനം അവരെ അറിയിച്ചിട്ടുണ്ടോ അത് അവർ സ്വീകരിക്കുന്നുണ്ടോ അറിയാമോ? സോറി, നിങ്ങളുടെ തീരുമാനം അവരെ അതുല്യ അറിയിച്ചിട്ടുണ്ടോ അത് അവര് സ്വീകരിക്കും? നമ്മളിതാ മീറ്റിംഗ് കഴിഞ്ഞു, തിരിച്ചു വന്നു, നിങ്ങളോട് പറയുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വഴി അവരറിയും. നമ്മൾ എന്തായാലും ഒഫീഷ്യലി ആയിട്ട് അവരോട് പറയും. ഒരു കമ്മിറ്റി അറിയാതെ ഈ ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഐ സി കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമാണ്. ഈ രണ്ട് വ്യക്തികൾ അവർ ടെർമിനേറ്റ് ചെയ്യുന്ന നടപടി തികച്ചും തെറ്റാണെന്നുള്ളതാണ് ബോധ്യപ്പെട്ടിരുന്നു. അതെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തും കമ്മിറ്റിയിൽ ആലോചിച്ച് വേണമല്ലോ ചെയ്യാൻ. അതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഉണ്ണീഷ്വാലിനെ മാറ്റി നിർത്തുന്നു. കുക്കിന്റെ കാര്യത്തിൽ വേറെ തീരുമാനത്തിലേക്ക് പോകുന്നു. തീരുമാനം എടുക്കാൻ കാര്യം ഇതില്ല. അത് ഉണ്ണീന്റെ പ്രശ്നം ഉണ്ണിയും അതുല്യന്റെ ഇടയിലായിരുന്നു. ആൻഡ് ബാക്കി നമ്മുടെ കോടതി ജനറൽ ബോഡിയാണ് തീരുമാനം. അൻസിബയുടെ ഇതും സ്വീകരിച്ചിട്ടുണ്ട്. അത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റീസൺ ആണ് അവൾ തന്നത്. സാധാ സിമ്പിൾ. ഫെബ്രുവരി 21 അവൾക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, വരാൻ പറ്റില്ല. അപ്പോൾ ഒരു പേഴ്സണൽ, ബിക്കോസ് ഇതൊരു വോളണ്ടറി ജോബാണ്. ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്കൊരു എന്താ പറയാ ഫുൾ ടൈം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ കുട്ടിക്ക് എന്തായാലും അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സാഡായിട്ട് ഇന്നാണ് നമ്മുടെ ഈസി വന്നത്. അപ്പോൾ അത് നമ്മൾ ആ കുട്ടീനെ വിളിച്ചു, ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൈയടിച്ച് പാസ്. അതിൽ പറയുന്ന വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റ് ഒന്നും അറിയുന്നില്ല. പ്രസിഡന്റിനെ ഒന്നും അറിയിക്കുന്ന ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിന്റെ കംപ്ലൈന്റിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രസിഡന്റ് തോന്നിയിട്ടുണ്ടോ? അല്ല ഹൈദർക്ക, അതൊക്കെ എല്ലാം അറിയാലോ. നമ്മുടെ അമ്മേന്റെ ഒരു ബൈലോ പ്രകാരം നമുക്ക് ഇത്രയും മാത്രമേ പറയാൻ പാടുള്ളൂ. ബിക്കോസ് ഇത് അമ്മയുടെ ഉള്ളിലത്തെ കാര്യമാണ്. അമ്മയുടെ മെയിൻ കോടതി ജനറൽ ബോഡിയാണ്. അതിൽ നമ്മുടെ മെമ്പേഴ്സ് എന്ത് ചോദിക്കുന്നു അതിന്റെ ഉത്തരം കൊടുക്കാനുള്ള നമ്മളെല്ലാവരും ബാധ്യസ്ഥരായ 17 ആൾക്കാരാണ്. ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുമ്പോൾ പോലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരം വേണമെന്നാണ് അതിലെ പറഞ്ഞ പരാതിയിലാണ് പറയുന്നത്. അവിടുത്തെ ക്യാമറ മാറ്റുന്നു, അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരം ഇല്ലാതെയാവുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം വന്നു. ഇതൊക്കെ ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണല്ലോ ഇന്നത്തെ മീറ്റിംഗ് കണ്ടിരിക്കുന്നത്. എല്ലാ മീറ്റിംഗ്സും സീരിയസ് തന്നെയാണ്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ഒരു സീരിയസ് ആയ രീതിയിൽ, ബിക്കോസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്ര ലേറ്റായ ഒരു മീറ്റിംഗ് ഇന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നടന്നത്. സോ വി വർ വെരി വെരി സീരിയസ് അബൌട്ട് എവരിതിങ്. ഇതിൽ അതുല്യ മാത്രമല്ല, മറ്റു സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അതുകൂടാതെ മറ്റുള്ള സ്റ്റാഫുകൾക്കുള്ള സെക്യൂരിറ്റി ജീവനക്കാർ ഇപ്പോഴും നമ്മളുടെ സ്റ്റാഫാണ്. അവരുടെ പെരുമാറ്റമൊക്കെ യുദ്ധത്തിൽ മോശമാണെന്ന ലെവലിലൊക്കെ അവർ പൊതുവെ അതുല്യ പറയുന്നുണ്ട്. ഈ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റ രീതിയിലേക്ക് ഒരു മാനസികമായ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പരിഗണിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ അത് അതിന്റേതായ രീതിയിൽ നമ്മൾ പറയും. സെക്യൂരിറ്റി വളരെ വിഷമത്തോടുകൂടിയാണ് ശ്വേതാമേനോൻ പ്രസിഡന്റിനെ വിശ്വസിച്ചാണ് കത്ത് തന്നിരുന്നത്. കുറെ ദിവസമായി കത്ത് തന്നിട്ട്, പക്ഷെ പ്രസിഡന്റിനുള്ള വിശ്വാസമാണ് ആ സെക്യൂരിറ്റി കാണിച്ചത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പട്ടാളക്കാരൻ, ഇംഗ്ലീഷ് അറിയാം, ആൾക്ക് തമിഴ് അറിയാം, മലയാളം അറിയാം, എല്ലാം അറിയാം, ആൾക്ക് എഴുതാനും എല്ലാം പട്ടാളക്കാരൻ ഒരു അനീതിക്ക് കൂട്ടി നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് ഗൗരവത്തോടു കൂടി തന്നെയല്ല പ്രസിഡന്റ്. നമ്മുടെ സ്റ്റാഫിന്, നമ്മൾ സ്ത്രീകൾ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കൊരു മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാവരും ഇന്ന് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് വന്നത്. ഈ ഉണ്ണി മാപ്പ് എഴുതി നൽകണമില്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ ജസ്റ്റ് നമ്മളൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേയുള്ളൂ. ഒരാളോടും പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് ആദ്യമായിട്ട് അറിയുന്നത് ഇതെല്ലാം. Okay, thank you so much. Thank you for supporting all of us. Thank you.